സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുണ്ടോ വീട്ടിൽ? എന്നാൽ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സഹകരണ ബാങ്കുകൾ വഴി ഇനി നേരിട്ട് സാമൂഹ്യക്ഷേമ പെൻഷൻ വീടുകളിൽ എത്തിക്കില്ല. പെൻഷൻ വിതരണത്തിൽ നിന്ന് സഹകരണ ബാങ്കുകളെ പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. ഇത് ചൂണ്ടിക്കാട്ടി സർക്കാർ ഔദ്യോഗികമായി ഉത്തരവ് പുറത്തിറക്കി. വാണിജ്യ ബാങ്ക് അക്കൗണ്ടുകളിലൂടെ മാത്രം പെൻഷൻ വിതരണം ചെയ്യാനാണ് തീരുമാനം. സഹകരണ ബാങ്കുകൾ വഴി പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ വരുന്ന ചെലവ് വളരെ കൂടുതലാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സർക്കാരിന്റെ പുതിയ നീക്കം. പല സൊസൈറ്റികളും ലോൺ തിരിച്ചടവ് വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുന്നില്ലെന്ന പരാതിയുമുണ്ട്. സേവന പോർട്ടലിൽ ആവശ്യമായ രേഖപ്പെടുത്തലുകൾ യഥാസമയം നടത്താതിരിക്കുക, റീകോൺസിലിയേഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അർഹതയില്ലാത്തവർക്കും ഒരേ വ്യക്തിക്ക് ഒന്നിലധികം തവണയും പെൻഷൻ വിതരണം ചെയ്യപ്പെടുന്ന സാഹചര്യം നിലനിൽക്കുന്നത്, പെൻഷൻ വീടുകളിലെത്തി വിതരണം ചെയ്യുന്നതിനായി സഹകരണ സംഘങ്ങൾക്ക് ഇൻസെന്റീവ് നൽകേണ്ടി വരുന്നതിലൂടെ ഉണ്ടാകുന്ന ചെലവ് തുടങ്ങിയ കാര്യങ്ങൾ സർക്കാരിന് വലിയ ബാധ്യതയാകുന്ന പശ്ചാത്തലത്തിലാണ് സർക്കാരിന്റെ പുതിയ നീക്കം. സഹകരണ സ്ഥാപനങ്ങൾ വഴിയായിരുന്നു കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പെൻഷൻ വിതരണം ചെയ്തിരുന്നത്. ഇനി അതായിരിക്കില്ല സ്ഥിതി. കിടപ്പ് രോഗികൾക്കും ഒഴിവാക്കാനാകാത്ത മറ്റ് പ്രത്യേക ഗുണഭോക്താക്കൾക്കും മാത്രമായിരിക്കും പെൻഷൻ തുക നേരിട്ട് നൽകുക. ബാക്കി എല്ലാ ഗുണഭോക്താക്കളുടെയും പെൻഷൻ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് നിക്ഷേപിക്കാനാണ് സർക്കാർ നീക്കം. സീ മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.